ഇതാണ് നമ്മുടെ സ്റ്റഫ് കൂളിൻ്റെ ജിഗാ മാക്സ് എന്ന് പറഞ്ഞ 100 വാട്ട് സൂപ്പർ ചാർജിങ് വരുന്നൊരു പവർ ബാങ്ക്. നമ്മളിതിന് മുമ്പ് ഇത് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേരായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം കൂടി ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട്. ഇതിന് ആക്ച്വലി 25,000 mAh ബാറ്ററി വരുന്ന ഏറ്റവും ചെറിയ പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സ്റ്റഫ് കൂൾ എന്ന് പറയുന്ന സാധനം ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മൾ ഇതിനെ ഫുള്ള് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നില്ല. പക്ഷേ ബാക്കിയുള്ള ആംബ്രൈനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലെന്ന് മാത്രം. പക്ഷേ ആകെ 6 മാസം വാറണ്ടി ഉള്ളൂ. അതാണ് മെയിൻ പ്രോബ്ലം. ഞാൻ അവരോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 6 മാസത്തിന് ശേഷം, അതായത് വാറണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ റഷ്യൊന്നുമില്ല. അവർ പുതിയ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ 20% 30% ഇതിൻ്റെ വൗച്ചർ വാല്യൂ തരും. അത്രേ ഉള്ളൂ. അത് ഒരു ഉടായ്പ പരിപാടിയാണ്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവരുടെ ആംബ്രൈൻ്റെ അതുപോലെ തന്നെ വേറെ കുറേ ബ്രാൻഡുകളുണ്ടല്ലോ, ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇറക്കുന്ന പരിപാടികൾ. ആംബ്രൻ എനിക്ക് തീരെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അവരുടെ കുറേ പ്രൊഡക്ട്സുകളുണ്ട്. വാൾ ചാർജർ അതുപോലെ തന്നെ പവർ ബാങ്ക് അടക്കം ഒരു 90% സാധനങ്ങളും 6 മാസം കഴിയുമ്പോൾ അടിച്ചു പോകും. പിന്നെ അതൊരു 10 വയസ്സേ കൊള്ളൂല. അമ്മമാരെ കസ്റ്റമർ കെയറും തല്ലിപ്പൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആംബ്രൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറെ കുറേ ബ്രാൻഡുകളും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡിൽ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തോന്നിയത് സ്റ്റഫ് കൂളിൻ്റെ സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു 100 വാട്ട് സൂപ്പർ ചാർജിങ് സപ്പോർട്ട് വരുന്ന ഒരു പവർ ബാങ്ക് നമുക്ക് നല്ലൊരു ബ്രാൻഡിനെ നോക്കണമെങ്കിൽ, ഞാൻ ആംബ്രൈനൊന്നും കണക്കാക്കുന്നില്ല നല്ല ബ്രാൻഡിനായിട്ട്. നിങ്ങൾക്കിപ്പോൾ എന്താ യു ഗ്രീൻ അതുപോലെ തന്നെ ബെൽക്കിൻ അങ്ങനത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ആങ്കർ അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചാർജിങ് സംഭവമൊക്കെ അറിയാൻ പറ്റുന്ന നോക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 10,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ ഓൾമോസ്റ്റ് പകുതിയാണ്. മിനിമം ഉണ്ട് 10,000 എന്ന് പറഞ്ഞത്. 10,000 നമുക്ക് ആക്ച്വലി ഡിസ്പ്ലേ ഉള്ള മോഡലൊന്നും കിട്ടില്ല. ആങ്കറിനൊക്കെ 15-16 രൂപയ്ക്കാണ് നമ്മുടെ ഇതിൻ്റെ സെയിം മോഡൽ ഡിസൈൻ വരുന്നതിന്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലില്ലാന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന് ആക്ച്വലി ആദ്യം 5,000-4,000 താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ പ്രൈസ് കൂടിയിട്ട് 5,300 പിന്നെ അതിന് ശേഷം 5,500 പ്രൈസ് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. നമ്മളിതുപോലെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് സെൽ ഔട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ലിനോവൻ്റെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റീസെൻ്റ്ലി ഇപ്പോൾ സെയിലിടും. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. ഫോണായിക്കോട്ടെ എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റഫ് കൂളിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, പവർ ബാങ്ക് എഴുതിയിട്ടുണ്ട്, ജിഗാ മാക്സ് അതിൻ്റെ പേരുണ്ട്. ഇതിന് ജിഗ എന്ന് പറഞ്ഞൊരു മോഡലും ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ ഇല്ലാത്തൊരു മോഡൽ 65 വാട്ടിൻ്റെ. ഇത് 100 വാട്ട് സൂപ്പർ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. മാക്ബുക്ക്, ലാപ്ടോപ്പ് എല്ലാം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും സെലിബ്രേറ്റിംഗ് 10 കൊല്ലമായി ഈ സാധനം തുടങ്ങിയിട്ട് ഒരു സ്റ്റഫ് കൂൾ എന്ന ബ്രാൻഡ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാണാം. സപ്പോർട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0, അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ചാർജാണ് അവർ പറയുന്നത്. മാക്ബുക്കും ലാപ്ടോപ്പൊക്കെ ചാർജ് ഒന്നും പറയുന്നുണ്ട്. നോ വാറണ്ടി ഓൺ അറ്റാച്ച്ഡ് കേബിൾ ഒന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും സെപ്പറേറ്റ് ഒട്ടിച്ചേക്കുകയാണ്. സെപ്പറേറ്റ് ഒട്ടിച്ചേക്കുക. ഇതിന് ടോട്ടലി 6 മാസം വാറണ്ടി ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 6 മാസം കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. 6 മാസം നമുക്ക് ഭയങ്കര ഷോക്ക്. 6 മാസമൊക്കെ എന്ത്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ഇതിനൊക്കെ വിശ്വാസമില്ല എന്ന് പറയുന്ന പോലെയാണ് 6 മാസമൊക്കെ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ ബിൽഡിൻ ടൈപ്പ് സി കേബിൾ വിത്ത് 100 വാട്ട് PDS ഔട്ട്പുട്ട് വരുന്നുണ്ട്. സപ്പോർട്ട് സാംസങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ പിക്സലൊക്കെ 30 മിനിറ്റിൽ. പിന്നെ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതതിൻ്റെ ഹൈലൈറ്റ്. ബിൽ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. പിന്നെ BIS സർട്ടിഫൈഡ് ആണ്. പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. സ്മോളസ്റ്റ് 25,000 mAh 100 വാട്ട് പവർ ബാങ്ക് ആണിത്. അതാണ് ഞാൻ പറയാൻ കാരണം. അതിൻ്റെ BIS ഹോൾ മാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാണുള്ള ഹോൾ മാർക്കിംഗ് അല്ല BIS സർട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാണുള്ള കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഔട്ട്പുട്ട് ഇത് നമുക്ക് 2 ടൈപ്പ്, ഒരു ടൈപ്പ് സിയും ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്, ഒരു ടൈപ്പ് എ പോർട്ടും ഉണ്ട്. ഒരു ഇൻബിൽഡ് ടൈപ്പ് എ ഒരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ അത് കാണിച്ചു തരാം. മാർക്കറ്റഡ് ബൈ നിസാൻ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. മാനുഫാക്ചറിങ് അവർ തന്നെ ആയിരിക്കണമല്ലോ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ ഇവിടെ ഉണ്ട്. മാനുഫാക്ചർഡ് ബൈ ബ്രാൻഡ് വർക്ക് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൂടെ നോക്കുന്നുണ്ടായിരിക്കും. പ്രൈസ് 6,000 രൂപയാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഏപ്രിൽ 2026 കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ബോക്സ് അൺബോക്സിങ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വേറെ മോഡൽ ഉപയോഗിക്കുന്നത്, വേറെ മോഡലല്ല സെയിം മോഡൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ റീസെൻ്റ്ലി പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇതിട്ട് വന്നിട്ടില്ല. അത് വാറണ്ടി കഴിയാറായിട്ടുണ്ട്. അതിന് അതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബിൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൈസ് കാറ്റഗറി നമുക്ക് 25,000 mAh പവർ ബാങ്ക് വിത്ത് ഡിസ്പ്ലേ 100 വാട്ട് ചാർജിങ് ഒന്നും കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നം കേട്ടോ. ഞാനിപ്പോൾ നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാനിത് ഇതിൻ്റെ ബോക്സ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറെൻറ്റ് കളറൊന്നും ഇല്ല. പിന്നെ ബോക്സിൽ നമുക്ക് ഒരു വാറൻറ്റി കാർഡും ഉണ്ട്, ഒരു ബുക്ക്ലെറ്റും ഉണ്ട്, അത്ര തന്നെയുള്ള വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു സിൽവർ ഫിനിഷാണ്. ഇത് മെറ്റാലിക് ബിൽഡ് അല്ല, കണ്ട മെറ്റാലിക് ബിൽഡാന്ന് തോന്നുമെങ്കിൽ മെറ്റാലിക് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണേ. നമുക്കിതാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് സി. ഇത് നമുക്ക് ഇത് വള്ളിയായിട്ട് ഉപയോഗിക്കാൻ കണ്ടു. അപ്പോൾ ഇതാണ് ആ ടൈപ്പ് സി കേബിൾ വരുന്നത്. 100 വാട്ട് സപ്പോർട്ടുള്ള കേബിളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്താ, ഇവിടെ നമുക്ക് ടൈപ്പ് സി പോർട്ടും വരുന്നുണ്ട്, ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ മുകളിലാണ് കണ്ടു, ഒരു തൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും കണ്ടു. ഇപ്പോൾ 70% ബാറ്ററി ചാർജിങ് ഇതിൽ ഓൾറെഡി ഉണ്ട്. C1 C2 അതായത് ടൈപ്പ് സി പോർട്ടാണ്. A1 എന്ന് പറയുന്നത് ടൈപ്പ് എ പോർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫോണിൽ ജസ്റ്റ് കുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും, എത്ര വോൾട്ടേജ് എടുക്കുന്നുണ്ട്. നമുക്കിതിനോട് സെപ്പറേറ്റ് വേറെ കേബിളൊന്നും കിട്ടുന്നില്ല, ഈ ഒരു ഇൻബിൽഡ് കേബിൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ 100 വാട്ട് ചാർജിങ് സപ്പോർട്ടുള്ള വേറെ കേബിൾ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റഫ് കോളിൽ തന്നെ കേബിളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്കറിൻ്റെ കേബിളോ, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ GMൻ്റെ കേബിൾ ഡിസ്പ്ലേ ഉള്ള മോഡൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 100 വാട്ട് സപ്പോർട്ടുള്ള ഒരു 490 രൂപ വരുന്നുള്ളൂ, ബ്രൈഡ് ആയിട്ടുള്ള. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഫോണിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേബിൾ കേട്ടോ, GMൻ്റെ. ഇതുമ്പോൾ ഡിസ്പ്ലേ ഉണ്ട്, ഇത് നമുക്ക് വാട്ടേജ് എത്ര എടുക്കണമെന്ന് അറിയാൻ പറ്റുന്നത്. ആമസോണിലുണ്ട്, ഞാൻ ആമസോൺ 2-3 ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട് ഒരു നമ്പർ ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈപ്പ് സി പോർട്ടിൽ കുത്താം. ഇതല്ല അത് കുത്താം. ഇത് നമ്മുടെ വിവോൻ്റെ ഇതാണ്. വിവോ PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, 33 വാട്ട് വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പോൻ്റെ X9 ഇതാ നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജിങ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ടേജും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും കണ്ടു. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ആക്യുറസി ഉള്ള ഒരു കേബിൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. PD ചാർജിങ് കാണുന്നത് ഇവിടെ കാണാം. അതല്ലാണ്ട് തന്നെ നമുക്ക് ഇതുമേയും കാണാം കണ്ടു. ഇപ്പോൾ C2 9 വാട്ടൊക്കെ എടുക്കുന്നത് ഇതിലും നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ 14 15 ഇതിൽ ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. 16 15 ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 18 ഇത് മാക്സിമം വിവോന് നമുക്ക് 13 കിട്ടുള്ളൂ, അല്ല 33 മാക്സിമം 30 വാട്ടൊക്കെ മാക്സിമം PD ചാർജിങ് സപ്പോർട്ട് കിട്ടുള്ളൂ കേട്ടോ. ടച്ച് ചെയ്ത് കൊടുക്കാം, അപ്പോൾ അത് വന്നോളും. 22.5 ഇതിൽ ഓൾമോസ്റ്റ് ഒന്നാമത് ബാറ്ററി ഉണ്ട്, 89% ബാറ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി എടുക്കില്ല. അപ്പോൾ എന്തായാലും ഇത് മാറ്റാം നമുക്ക്. ഞാൻ സാംസങ് കുത്തി കാണിച്ചു തരാം. സാംസങ് നിങ്ങൾക്ക് അറിയിക്കല്ലോ, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 45 വാട്ടാണ് എടുക്കുക. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 50% ബാറ്ററി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കുത്താം. സാംസങ് ഇവിടെ കാണിക്കണമെന്ന് കാണാം നിങ്ങൾക്ക് ഇവിടെ. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എടുക്കുന്നുണ്ട്. പിന്നെ എത്ര ശതമാനം ചാർജ് എടുക്കണം നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഇത് ആക്ച്വലി 45 വാട്ടൊക്കെ എടുക്കുള്ളൂ. 23 വാട്ടേജ് ആയിട്ടുണ്ട്, 24 26 28 29 30 30 വാട്ടിൽ നിൽക്കുന്നുള്ളൂ. 30 വാട്ടിൽ സ്റ്റക്കായി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. 30.5 സെയിം തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി കഴിഞ്ഞാൽ വേണമെങ്കിൽ ലാപ്ടോപ്പോ, അത് നമ്മുടെ ഷോമിയുടെ എന്താ പറയുക പാഡ് 8 ആണ്. ഇതിൽ ഷോമി നോർമലി ഒരു 28 വാട്ട് വരെ PD ഒക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷോമിയിലും കുത്തി വെക്കാം. ഷോമിയിൽ നമ്മളിപ്പോൾ കുത്തിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 6 വാട്ട് 13 നിന്നു. ഒന്നാമത് ഇതിൽ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, 66% ചാർജ് ഉണ്ട്. 18 19 20 നോർമലി 27 വാട്ടൊക്കെ PD ചാർജിങ് ഷോമി സപ്പോർട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെയും കുറഞ്ഞു പോയിട്ടുണ്ട്, 8.7 ആയി. 4.4 PD ചാർജിങ് ഭയങ്കര ഷോക്കാണ് കേട്ടോ ഷോമിയിൽ. പിന്നെയും കയറി വരുന്നുണ്ട് 6. നോർമലി മാക്സിമം 27 വാട്ടൊക്കെയാണ് മിക്കതും സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവരുടെ കേബിൾ ചാർജറാണ് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ ഈ ലാപ്ടോപ്പിൽ കുത്തി കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നമ്മുടെ ഇപ്പോൾ വാങ്ങിച്ച ലാപ്ടോപ്പാണ്. ഇത് നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ലിനോവേൻ്റെ മോട്ടോറോള ആയാലും 65 രണ്ടും 65 വാട്ട് സപ്പോർട്ടുണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് ഇതൊരു സ്ലിം സീരീസിൽ വരുന്ന സ്ലിം 3 എന്ന് പറഞ്ഞൊരു സീരീസ് ലാപ്ടോപ്പാണിത്. ഇതിൽ നമുക്കൊരു ടൈപ്പ് സി പോർട്ടും ഉള്ളത്. ഇത് കൂടെ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഇതിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ചാർജിങ് വന്നേക്കുന്നത് നോർമൽ പിന്നാണ്. പക്ഷേ ഈ ടൈപ്പ് സിയിൽ കുത്തിയാലും ഇത് ചാർജ് ഔട്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് 2 വേയും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ കുത്തി കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ചെറിയ ഫുൾ ചാർജിങ് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ ലൈറ്റ് കത്തിയത് കണ്ടിട്ടുണ്ടായിരിക്കും, ചാർജിങ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 47 37 ആയി. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. 42 43 38 ഇതിൽ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് 90 മുകളിൽ എന്തായാലും ഉണ്ട്. 38.1 വോൾട്ടേജ് ആയിട്ടാണ്. 65 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് തന്നെയാണ്. 38.2 ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ആ 37 സെയിം കാണുന്നുണ്ടായിരിക്കും. ഞാൻ മോട്ടോ ബുക്കിലും കാണിച്ചു തരാം. മോട്ടോ ബുക്കിലും ഓൾമോസ്റ്റ് 80% മുകളിലുണ്ട് ചാർജ്. എന്തായാലും നമുക്ക് ഇവിടെ കുത്തി കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ കേബിൾ ഇവിടെയാണ് കുത്തേണ്ടത്. അവിടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഞാനത് കുത്തിയിട്ടുണ്ട് മോട്ടോ ബുക്കിൽ. നമുക്ക് ഇവിടെ നോക്കാം. 28, 34, 40, 52, 63. ഇത് 81 വാട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി 100 വാട്ട് സപ്പോർട്ടുള്ളതാണല്ലോ. ഇത് ആക്ച്വലി നമുക്ക് ലാപ്ടോപ്പ് 65 വാട്ടാണെന്ന് എന്താ പറയുക, അതിൻ്റെ കൂടെ കിട്ടിക്കുന്ന ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ 81.9 വാട്ട് വരെ ചാർജിങ് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കേബിളും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ കേബിൾ ഡിസ്പ്ലേയിൽ എന്താ കാണിക്കുന്നത് നോക്കി നോക്കാം. സെയിം തന്നെയാണ്, 82 തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മോട്ടോ ബുക്ക് ആക്ച്വലി 180 വാട്ട് വരെയൊക്കെ സപ്പോർട്ട് ഉണ്ട് ചാർജിങ്. 65 വാട്ടാണ് ഇൻബിൽഡ് തരുന്നെങ്കിലും അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഊരാം. ഇതിൽ ഓൾമോസ്റ്റ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പവർ ബാങ്ക് വാങ്ങിക്കാൻ തന്നെ കാരണം, വാങ്ങിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ നമുക്ക് ഇത്രയും ചെറിയൊരു പവർ ബാങ്ക് വിത്ത് ഇത്രയും ഫീച്ചേഴ്സായിട്ട് വേറെ ഒന്നും കൂടി കിട്ടാനില്ല. പക്ഷേ ഞാൻ ഞാൻ ഷെഫ് കോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 വാങ്ങിക്കാനുള്ള പ്ലാൻ കൊണ്ടപ്പോൾ തന്നെ ഞാൻ അവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ ആ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ സാറ് വാറൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയറിങ്ങിനെ കുറിച്ച് അവർ പറഞ്ഞില്ല. വാറൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ തരാമെന്നൊക്കെയാണ് പറയണം വേറെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. അതൊന്നിട്ട് മച്ചോടത്തെ പരിപാടിയാണ്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊരു മച്ചോടത്തെ ഒരു നല്ല കൂതറ പരിപാടിയായി പോയി. പക്ഷേ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട്, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളുള്ള സാധനങ്ങളുള്ള പോലെ പറയണമല്ലോ. അത്യാവശ്യം പ്രൈസും ഉണ്ട്, പക്ഷെ ക്വാളിറ്റിയും ഉണ്ട്, അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റഫ് കൂളിലെ ജിഗാമാക്സ് 65 100 വാട്ടിൻ്റെ പവർ ബാങ്ക് കേട്ടോ. അതിൻ്റെ ചെയ്താലോ, അടുത്ത കാണാം. ബൈ.